മുടികൊഴിച്ചിലൊക്കെ മാറാൻ ഈ ഒരു ഹെയർ പാക്ക് മതി കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് വന്നിട്ട് ആഴ്ചയിൽ 2 വട്ടം ഉപയോഗിച്ചാൽ മതി. മുടി കൊഴിച്ചിൽ മാറി മുടി നന്നായി വളരാനായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി മെയിനായിട്ട് വേണ്ടത് നമ്മുടെ വേപ്പിലയാണ്. അപ്പോൾ ഈ ഹെയർ മാസ്ക് വേപ്പില ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. ഇത് ഫുള്ളും ഹെയർ പാക്ക് തയ്യാറാക്കാനുള്ള അടുത്തുള്ള വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. നമ്മുടെ മഴയൊക്കെ പെയ്തപ്പോൾ ചില്ല ഒടിഞ്ഞപ്പോൾ ആ ചേച്ചി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കൈയാണ് ഞാൻ എടുക്കുന്നത്. ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കും കറികൾക്ക് എടുക്കാനായിട്ട്. വേപ്പില എന്ന് പറഞ്ഞാൽ മിക്കവരുടെ വീട്ടിലുണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ വീട്ടിലെങ്കിലും തൊട്ടടുത്തെങ്കിലും ഉണ്ടാവാണ്ടിരിക്കില്ല. അപ്പോൾ കെമിക്കലൊന്നും അടങ്ങാത്ത വേപ്പില തന്നെ എടുക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത് പുറത്തൊക്കെ ഉണ്ടെങ്കിൽ ഒരു തണ്ടൊന്ന് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കൈ വേപ്പിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1 സ്പൂൺ ചോറാണ് കേട്ടോ വേണ്ടത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറ്റാവാഴയാണ്. അത് 1 ലീഫാണ് എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറ്റാവാഴ ചേർക്കണമെന്ന് വെച്ചാൽ നമ്മൾ മുടിക്കൊരു സോഫ്റ്റ്നെസ് കിട്ടാനാണ് കേട്ടോ കറ്റാവാഴ ചേർക്കുന്ന. സോഫ്റ്റ്നെസ് മാത്രമല്ല മുടി വളരാനും സൂപ്പർബ് തന്നെയാണ് കറ്റാവാഴ. അപ്പോൾ ഞാനിവിടെ 3 ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് തൈരാണ് കേട്ടോ. 4 സ്പൂൺ ഉണ്ടാവും തൈര് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്ത് വന്നിട്ട് പേസ്റ്റ് രൂപമായ കാരണം തന്നെ അരിക്കേണ്ടതൊന്നും ഇല്ല കേട്ടോ. തരികളൊന്നും ഇല്ല. നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു വേറെ ബൗളിലേക്ക് പകർത്തുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ തലമുടിയിൽ ഏത് വെളിച്ചെണ്ണയാണോ തേക്കുന്നത് അത് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു പാക്ക് ഉണ്ടല്ലോ ആഴ്ചയിൽ 2 വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നന്നായി വളരുന്നതായിരിക്കും. മുടി കൊഴിച്ചിലൊക്കെ നന്നായി മാറിയിട്ട് ഹെയർ നന്നായി വളരും കേട്ടോ. താരനൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും. അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ ഇത് വന്നിട്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ നിന്നൊന്നും വാങ്ങുന്ന വേപ്പില ഉപയോഗിക്കാണ്ടിരിക്കുക. അതിൽ കെമിക്കലൊക്കെ അടങ്ങില്ല. നമ്മുടെ വീടുമുറ്റത്ത് തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിച്ചെടുത്തിട്ട് തലയിൽ തയ്ക്കാവുന്നതാണ്. കഴിയുന്നതും കടയിൽ നിന്ന് വാങ്ങുന്നത് ഹെയർ പാക്കിനായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുക. ഞാൻ ഇവിടെ തലമുടിയിലത്തെ കെട്ടൊക്കെ കളഞ്ഞു വാങ്ങുന്നത് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്കാൽപ്പിനാണ് കേട്ടോ മെയിനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്കാൽപ്പ് തൊട്ട് മുടിയിൽ അറ്റം വരെ തേച്ച് പിടിപ്പിക്കുക. മെയിനായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ മാത്രം മുടിയുടെ അറ്റം വരെ തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ ഞാൻ മെയിനായിട്ട് സ്കാൽപ്പിൽ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സ്കാൽപ്പ് തൊട്ട് മുടിയുടെ അറ്റം വരെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അരമണിക്കൂർ വെച്ചതിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. നല്ല സിൽക്കി ആയിരിക്കും കേട്ടോ നമ്മുടെ ഹെയർ വന്നിട്ട്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും മാറും. അപ്പോൾ ഹെയറൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള. അടുത്തൊരു നല്ല വീഡിയോ ഇട്ട് കാണുമായിരിക്കും പോകാൻ കേട്ടോ. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.